ട്രസ്റ്റോടുകൂടി ഏൽപ്പിച്ചൊരപ്പനും ആ ട്രസ്റ്റ് കീപ്പ് ചെയ്ത് എല്ലാം കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്ത ഒരു മകനെയും കാണണമെങ്കിൽ അത് ബൈബിളിൽ നോക്കണം. സ്വർഗത്തിലെ പിതാവിനെയും പുത്രനായ മകനെയാണ് നോക്കേണ്ടത്. കൃത്യമായിട്ട് ഇന്നത്തെ ഗോസ്പൽ പറയുന്നൊരു വാക്കിങ്ങനെയാണ്: അവൻ്റെ കൈകളിൽ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ആരാണ്? പിതാവാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എല്ലാ കാര്യങ്ങളും അപ്പൻ മകനെ ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്കിക്കൊള്ളണം. ഇത് പറഞ്ഞാണ് തൻ്റെ ഏകജാതനെ അപ്പൻ ഭൂമിയിലേക്ക് അയച്ചത്. അവൻ നോക്കിയില്ല, അവൻ തന്നെ സമർപ്പിച്ചു. അപ്പൻ്റെ വാക്കല്ലേ, അത് പൂർത്തീകരിക്കണ്ടേ? മറുതലിക്കാതെ, പരാതി പറയാതെ കുരിശുമരണത്തോളം ഒരു മകൻ അപ്പൻ്റെ വാക്ക് സൂക്ഷിച്ചു. ട്രസ്റ്റ്ഫുള്ളായിരുന്നു. അവൻ മരിച്ചാലേ രക്ഷ കിട്ടുമെന്നറിയുന്നിടത്ത് അവൻ മരിക്കാൻ പോലും തയ്യാറായി. അതാണ് ഇന്നത്തെ ഗോസ്പൽ. ഒരു മകനും അപ്പനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഗോസ്പൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മകൻ വന്നത് അപ്പനെക്കുറിച്ച് പറയാനാണ്. കൃത്യമായിട്ട് അപ്പനെക്കുറിച്ച്, അപ്പൻ്റെ ദൈവരാജ്യ രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ മകൻ പറഞ്ഞു. എന്നിട്ട് അത് സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് മനസ്സിലാകാത്ത കുറേ മനുഷ്യരോട് അവൻ ജീവിച്ച് കാണിച്ചു, കുരിശുമരണത്തോളം. അങ്ങനെ അപ്പനെ ഈ ഭൂമിയിൽ പ്രസൻറ്റ് ചെയ്തൊരു മകനെയാണ് നമ്മളിന്ന് ഗോസ്പലിൽ കാണുന്നത്. അപ്പൻ വിശ്വസിച്ചാൽ മകൻ ആ വിശ്വാസം സൂക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ കൂടെ ചില മനുഷ്യരുണ്ട്, നമ്മൾ എന്തുമാത്രം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെയൊക്കെ അപ്പൻ്റെ അധ്വാനവും അപ്പൻ്റെ സ്നേഹവും അപ്പൻ്റെ വിശ്വസ്തതയും എന്തുമാത്രം നമ്മൾ കൈമാറുന്നുണ്ട്. ചില മക്കളെ കണ്ട് നാട്ടുകാർ പറയാറില്ലേ, ഇവൻ ആ അപ്പൻ്റെ മകനാണെന്ന്. അങ്ങനെ പറഞ്ഞിരുന്ന ഒരു കാലത്ത് നിന്ന് ഈ മകൻ്റെ അപ്പനാണത് എന്ന് പറയാൻ തക്ക വിധത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഓരോ മനുഷ്യൻ്റെയും വലിപ്പം അറിയുന്നത് അയാൾ എന്തുമാത്രം ട്രസ്റ്റ്ഫുള്ളായിരുന്നു എന്നുള്ളതാണ്. ഭൂമിയോടും മനുഷ്യരോടുമല്ല, സ്വന്തം അപ്പനോടും അമ്മയോടും. ആ ട്രസ്റ്റ്ഫുൾ പ്രവൃത്തികളാണ് നമ്മളെ വലിയ മനുഷ്യരാക്കി തീർക്കുന്നത്. അപ്പനെക്കുറിച്ച് അവസാനം വരെ സംസാരിച്ചൊരു ക്രിസ്തുവിനെ ഈ ഭൂമി അവസാനം ഏറ്റവും മഹത്വമുള്ളവനായി നോക്കി. പിന്നീട് ഈ മകനിലൂടെയാണ് അപ്പനെ ഈ ഭൂമി തിരിച്ചറിഞ്ഞതും അപ്പനെ സ്നേഹിച്ചു തുടങ്ങിയതും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.